ഗൈസ്, ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ്റെയും ഞങ്ങളുടെ പ്രിയങ്കരയായ നമ്മുടെ അമ്മയുടെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും മേടിച്ച് അങ്ങോട്ട് പോയാലോ? കേക്ക് എവിടെ നിന്ന് മേടിക്കണമെന്ന് ഓർത്ത് സമയം കളയേണ്ട വന്നില്ല. കാരണം വിന്നിൻ ഏറ്റുമാനൂർ നമ്മുടെ പരമ്പരാഗത മിനർവ അല്ലാതെ പിന്നെ എന്താ. നമ്മൾ അവിടെ കേക്ക് ഓർഡർ ചെയ്യാൻ ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇപ്പൊ ഫ്രഷ്ലി ബേക്ക്ഡ് ആയിട്ടുള്ള കേക്ക് ഉണ്ട് ബോർമേല്, അത് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഫ്രഷ്ലി ബേക്ക്ഡ് ആയിട്ടുള്ള ബട്ടർ സ്കോച്ചിന്റെ കേക്ക് എത്തി. ഏറ്റുമാനൂരിലെ തന്നെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഇവരുടെ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് സ്നാക്സും കേക്കും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അതായത് അമ്മയുടെ വേണ്ടപ്പെട്ടവർ എല്ലാരും കൂടെ ഉള്ള ഒരു ഫാമിലി ഫോട്ടോ ഒരെണ്ണം പ്രിന്റ് എടുക്കാൻ നമ്മൾ പോണത്. പ്രിന്റ് എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്ന സിൽവർ ഗ്ലാസ് ഹൗസിലേക്കാണ്, അതായത് നമ്മുടെ കടയിലേക്കാണ് പോണത്. ആക്ച്വലി ഇപ്പോഴേ നല്ല ടൈം ലേറ്റ് ആയി അപ്പ വീട്ടിൽ പോകാൻ വേണ്ടിട്ട്. അപ്പൊ ചേട്ടാ ഈ ഫോട്ടോ ഒന്ന് ഫ്രെയിം ചെയ്ത് തരുമോ? എങ്ങനെ ഈ ഫോട്ടോ നമ്മൾ കാണുന്ന ഒരു ഫ്രെയിം രൂപത്തിലേക്ക് എത്തുന്നതെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ ഞാനും ടോപ്പ് ഫ്ലോറിലേക്ക് പോയി. ആൻഡ് ആ ഫ്രെയിം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് അപ്പുചേട്ടൻ ചെയ്തു തന്നു. ഇനിയാണ് നമ്മുടെ ബർത്ത്ഡേക്കാരിയെ കാണാൻ നമ്മൾ പോകുന്നത്. രാവിലെ വരാന്ന് പറഞ്ഞ നമ്മള് പറ്റിച്ചതിന് അപ്പാടെ പരാതിയും നമ്മൾ കേട്ടു. ഇങ്ങനെ കുറ്റം പറയാതിരിക്കും, ഇവർക്ക് പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞ മസ്റ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് പിന്നെ അത് ചെറു കുറവാണല്ലോ. ചെന്നപ്പോഴേ അമ്മയോട് പറഞ്ഞു ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഷി വാസ് സോ ഹാപ്പി. ആദ്യം തന്നെ പറഞ്ഞു ഇത് നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് ലഞ്ചിന് നമ്മുടെ മാമിയുടെ സ്പെഷ്യൽ കൊല്ലം ബിരിയാണിയാണ്. നല്ല വിശപ്പായോണ്ട് തന്നെ ഞാൻ ആദ്യം കഴിക്കാൻ അങ്ങ് തുടങ്ങി. അപ്പൊ അമ്മ പറഞ്ഞു എല്ലാവരും കൂടെ വന്നിട്ട് കഴിക്കാം. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ വന്നിട്ട് അങ്ങ് കൂട്ടായിട്ട് കഴിച്ചു. ആൻഡ് വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ അമ്മ. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ഫോർ യു, മെയിൻലി ദ ഇൻഡിപെൻഡന്റ് വിമൻ യു ആർ. ആൻഡ് ഓൾവേസ് സോ പ്രൗഡ് ടു സേ എന്റെ ഗ്രാൻഡ് പേരൻസ് ടീച്ചേഴ്സ് ആണ്. ആൻഡ് എന്റെ ഉമ്മച്ചി ഓൾവേസ് സേസ് ദാറ്റ് ഏതൊരു സിറ്റുവേഷനിലും ഞാൻ ഫ്ലെക്സിബിൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചത് എന്നെ അമ്മ അങ്ങനെ വളർത്തിയോണ്ടാണെന്ന് പ്രൗഡായിട്ട് എപ്പോഴും പറയുന്നത് കേൾക്കാം.